ഡിയേഴ്സ്, മിക്ക ആളുകളും ലിംഗം വായിലിടുന്നത് ഓറിലേക്ക് ഉത്തേജിപ്പിക്കുന്നത് ഇഷ്ടമുള്ളവരാണ്. അതിൽ കുറേ പേർക്കൊക്കെ ഡീപ്പായിട്ട് ലിംഗം വായിലിടുന്നത് കൂടുതൽ ഇഷ്ടമുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ പല പൊസിഷനിൽ നിന്നിട്ട് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അവരുടെ ലിമിറ്റേഷൻ, അവരുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നിങ്ങൾക്ക് കൺസെൻറ്റ് വയ്ക്കേണ്ടതുണ്ട് അല്ലേ. ആദ്യം അവർക്കിത് ചെയ്യാൻ ഇഷ്ടമാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ അവർക്ക് നിങ്ങളുടെ ശുക്രൻ വായുവിനെ നിഷേധിക്കുന്നത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ അവർക്കത് കുടിക്കുന്നത് ഇഷ്ടമാണോ, അല്ലെങ്കിൽ അതിന് മുമ്പ് എടുക്കണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. ഡീപ്പായിട്ടൊക്കെ ഇത് ലിംഗം വായിലോട്ടിടുമ്പോൾ അവർക്കാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വോമിറ്റിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയിട്ട് എന്താണ് ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കാം. അപ്പോൾ എത്ര നേരം വരെ അങ്ങനെ ചെയ്യാം, ആ പങ്കാളിക്ക് എത്ര നേരം ചെയ്യുമ്പോഴായിരിക്കും അല്ലെങ്കിൽ വൊമിറ്റ് വരും, ആ വൊമിറ്റിംഗ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പങ്കാളി അവരുടെ കൂടെ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഹാർഡായിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ ടോൺസിനൊക്കെ ആ ഭാഗത്ത് ചതവുണ്ടാകാനും വേദനയൊക്കെ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ എങ്ങനെ ചെയ്യണം, അവരെ വേദനിപ്പിക്കാതെ സേഫായിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പൊസിഷനിൽ നിന്നിട്ട് ഇത് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മാൻഷുവറിൻ്റെ മസാജ് ഓയിൽ അല്ലേ. അപ്പോൾ അത്രയും വിലക്കുറവുമാണ്. അത് മാത്രമല്ല 100% നാച്ചുറലുമാണ്. ഒരുപാട് ഓയിലുകളുടെ, ഹെർബൽ ഓയിലുകളുടെ ഒരു കോമ്പിനേഷൻ കൂടിയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ഇൻക്രീസ് ചെയ്യുക, നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്കും തടിയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുക മാത്രമല്ല നല്ലൊരു ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടുതൽ നേരമൊക്കെ ഉദ്ധാരണം സംഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾ ലിംഗത്തിൻ്റെ താഴെന്നോട്ട് മുകളിലേക്ക് നല്ലവണ്ണം പുരട്ടാവുന്നതാണ് കേട്ടോ. ഷിഗോപാൽ ഓയിൽ, ക്ലോവ് ഓയിൽ, ജയ്പാൽ, കേസർ, അശ്വഗന്ധ, ശിലാജിത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഇതിലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ലിംഗത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. GMB ISO സർട്ടിഫൈഡ് ആണ്. നിങ്ങൾക്ക് ഒരു 10 ഡ്രോപ്സ് ഒക്കെ എടുത്തിട്ട് 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ കയ്യിലാക്കിയപ്പോൾ തന്നെ ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ ഇങ്ങനെ ഇറച്ചി വരുന്ന പോലെ ഒരു ഫീല് നമുക്ക് കയ്യിൽ കിട്ടാൻ. ഇത് തന്നെയാണ് ലിംഗത്തിൽ ഉണ്ടാകുന്നത്. ചിലർക്ക് ആ ഒരു ഫീൽ വരുമ്പോൾ പേടിയോ അധികം പറ്റിപ്പോയോ എന്ന്. പക്ഷേ അത് സേഫാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് ലിംഗം ഉള്ളിൽ കയറ്റാൻ പറ്റുന്ന പൊസിഷൻ ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്ന് നമ്മുടെ 69 എന്നുള്ളത് തന്നെയല്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തേജിപ്പിക്കാന്ന്. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. വളരെയധികം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. അത് പുരുഷനെ ഇങ്ങനെ കിടക്കുന്നു, സ്ത്രീ പുരുഷന്റെ തലേൻ്റെ ഭാഗത്ത് അവരുടെ സ്വകാര്യ ഭാഗം വരുന്ന പോലെയാക്കിയിട്ട് നേരെ തിരിച്ചും കിടക്കുന്നു. അപ്പോൾ പുരുഷന്റെ ലിംഗം ഉത്തേജിപ്പിക്കാനും പറ്റും, അതുപോലെ സ്ത്രീയുടെ സ്വകാര്യ ഭാഗവും അതേ സമയത്ത് തന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ 69. അതുപോലെ പുരുഷൻ കിടക്കുന്ന ഒരു പില്ലോയൊക്കെ വെച്ച് കിടക്കുന്നു. ഓക്കെ, ആ പുരുഷന്റെ തുടയുടെ നടുവിലായിട്ട് സ്ത്രീ ഒന്ന് നിൽക്കുന്നു. അവരുടെ 2 തോളിലേക്ക് പുരുഷന്റെ കാലെടുത്ത് വെച്ചതിന് ശേഷം ഡീപ്പായിട്ട് ലിംഗം വായിൽ കയറ്റുന്നത്. ഇതും കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. പുരുഷൻ നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്നു, ഇങ്ങനെ കിടക്കുന്നു. സ്ത്രീ ഒരു സൈഡിൽ കിടന്നുകൊണ്ട് തല എടുത്ത് അവർ വയറിൽ വെച്ചതിന് ശേഷം അവർ ഡീപ്പായിട്ട് ലിംഗം വയറിൽ കയറ്റുന്നത്. ഇതും വളരെ കംഫർട്ടായിട്ട് കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മിഷണറി ആയിട്ട് ചെയ്യുമ്പോൾ സ്ത്രീ കിടക്കുന്ന പോലെ പുരുഷൻ ഒരു പില്ലോയുടെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നു, കാല് ഉയർത്തി വെക്കുന്നു, അതായത് കാല് ഇങ്ങനെ കുത്തി വെക്കുന്നു, അതുപോലെ കൈയും ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നീക്കും. ഓക്കെ, ഈ സമയത്ത് കാലിൻ്റെ നടുവിലായിട്ട്, പുരുഷൻ്റെ കാലിൻ്റെ നടുവിലായിട്ട് സ്ത്രീ നിന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് താഴോട്ടേക്ക് കുനിഞ്ഞിട്ട് ലിംഗം വായിലിടുന്ന പൊസിഷൻ. ഇതും വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പുരുഷൻ അതുപോലെ പുരുഷൻ കിടക്കുന്നു, പക്ഷേ ഇവിടെ വരെ പില്ല വെച്ചിട്ട് ഉയർന്ന് കിടക്കുന്നു, നേരെ കിടക്കുന്നു. അതിൽ സ്ത്രീ ആണെങ്കിൽ
രണ്ട് കാലിന് ഇടയിലായിട്ട് ഫ്ലാറ്റായിട്ട് കിടക്കുന്നു. ഓക്കെ, കമന്ന് കിടന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചെയ്യുന്നത്. ഓക്കെ, അതും വളരെ നന്നായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ പുരുഷൻ നിൽക്കുന്ന സമയത്ത്, അത് കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പുരുഷൻ നിൽക്കുന്ന സമയത്തും സ്ത്രീയെ താഴെ കുത്തിയിരുന്നിട്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ കംഫർട്ടബിൾ ആണോ എന്നും കൂടി നോക്കണം. അവരെ കാല് വേദനിക്കുന്നുണ്ടോ, കഴുത്ത് വേദനിക്കുന്നുണ്ടോ, ഇതൊക്കെ കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.